സ്ട്രക്ചറൽ ഡൈനാമിക്സ്. ഓക്കെ, സ്ട്രക്ചറൽ ഡൈനാമിക്സ്. അപ്പൊ അതിൽ കുറച്ച് ഡെഫിനേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പൊ അതിൽ സ്റ്റാറ്റിക് ഫോഴ്സ് എന്താണ്? സ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്, സ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈമിനെ ബേസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല അല്ലെ, അതായത് ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും അത് ആക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം സ്റ്റാറ്റിക് ഫോഴ്സ് മീൻസ് ഫോഴ്സ് അപ്ലൈഡ് ഈസ് ടൈം ഇൻവേരിയന്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഈസ് കോൺസ്റ്റന്റ്. ദാറ്റ് ഈസ് എക്സാമ്പിൾ ലൈവ് ലോഡ്. അതായത് ഒരു ഓരോ സമയത്തിനനുസരിച്ചിട്ട് ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല, അത് കോൺസ്റ്റന്റ് ആയിരിക്കും, ഒരു സ്ഥലത്ത് തന്നെ ആക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫോഴ്സിനാണ് സ്റ്റാറ്റിക് ഫോഴ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിക് ലോഡ്സ് എന്നൊക്കെ പറയുന്നത്. ഇനി രണ്ടാമത്തത് ഡൈനാമിക് ഫോഴ്സ്. ഡൈനാമിക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അത് ടൈമിനെ അപേക്ഷിച്ച് അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ലൈവ് ലോഡൊക്കെ ഒരു ടൈപ്പ് ഓഫ് ഡൈനാമിക് ഫോഴ്സ് തന്നെയാണ് അല്ലെ, അത് ചേഞ്ച് ചെയ്യുന്നുണ്ട്, മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യുന്നുണ്ട്, അതുപോലെ ഓരോ സമയത്തിനനുസരിച്ചിട്ടും അതിന്റെ ലൊക്കേഷൻ എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം ലൈവ് ലോഡ് നമുക്ക് അതിൽ പെടുത്താം. അതുപോലെ വെഹിക്കിളിന്റെ ലോഡുകൾ, ഇപ്പം ബ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ വെഹിക്കിളിന്റെ ലോഡുകൾ വരാം, എർത്ത് വെഹിക്കിൾ ലോഡുകൾ വരാം. അതൊക്കെ ഡൈനാമിക് ആണ്. അതായത് എല്ലാ സമയത്തും ഒരുപോലെയല്ല, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ, അതിന്റെ ഓരോ ടൈം പീരീഡിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സെക്കൻഡിനനുസരിച്ചും അത് വേരി ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫോഴ്സസ് ആണ്. അപ്പം ഡൈനാമിക് ഫോഴ്സ് മീൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് വേരീസ് വിത്ത് ടൈം. അപ്പൊ എന്തൊക്കെയാണ് ഡൈനാമിക് ലോഡിങ്ങിലുള്ള ടൈപ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിനെ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന്, ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, അതായത് ടൈമിനെ വെച്ചിട്ട് എങ്ങനെയാണ് വേരി ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് ഡൈനാമിക് ലോഡിങ്ങിനെ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തത് പീരിയോഡിക് ലോഡിംഗ് ആണ്. പീരിയോഡിക് ലോഡിംഗ് എന്ന് പറയുമ്പോൾ ഓരോ ടൈം ഇന്റർവെല്ലിലും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരും, ആ ഒരു മാഗ്നിറ്റ്യൂഡ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരുന്ന ആ പേര് തന്നെ നമുക്കറിയാം അല്ലെ, ടൈപ്പ് ഓഫ് ലോഡ് ആണ് പീരിയോഡിക് ലോഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലെ, ഇവിടുന്ന് ഇപ്പം ഒരു 0 എന്ന് പറയുന്ന ഒരു ടൈമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തി, അത് മൈനസിലേക്ക് പോയി, വീണ്ടും അതേ വാല്യൂ തന്നെ എത്തി, അതായത് ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് വന്നു അല്ലെ, ആ ഒരു ലോഡിങ് റിപ്പീറ്റ് ചെയ്ത് വന്നു, ആ സെയിം മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഡ് റിപ്പീറ്റ് ചെയ്ത് വന്നു. അങ്ങനെ ഒരു കറസ്പോണ്ടിങ് പീരീഡിൽ അല്ലെങ്കിൽ ഒരു സൈക്കിൾ അല്ലെ, അല്ലെങ്കിൽ സൈക്കിൾ ഓഫ് ലോഡ് എന്ന് പറയാം, അത് ഇങ്ങനെ ഓരോ ടൈം പീരീഡിനനുസരിച്ച് അത് റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, അങ്ങനെയുള്ള ലോഡുകളാണ് നമുക്ക് പീരിയോഡിക് ലോഡിംഗ് എന്ന് പറയുന്നത്. റെഗുലർ പാറ്റേൺ റിപ്പീറ്റ്സ്, പീരീഡ് റിമെയിൻസ് ദ സെയിം, സിനുസോയിഡൽ അല്ലെങ്കിൽ ഹാർമോണിക് വേരിയേഷൻ എന്നൊക്കെ പറയാം നമുക്ക് ആ ഒരു വേരിയേഷൻ. ഇനി നോൺ പീരിയോഡിക് ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ പേരും തന്നെ അറിയാം, അതായത് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു സ്ട്രക്ചറിലേക്ക് ആ സെയിം മാഗ്നിറ്റ്യൂഡുള്ള ലോഡ് വരണമെന്നില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലോഡുകളാണ് നോൺ പീരിയോഡിക് ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബ്ലാസ്റ്റ് ഒക്കെ ഉണ്ടാവും, സഡൻ ആയിട്ടുള്ള ഒരു ബോംബ് ബ്ലാസ്റ്റോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും പെട്ടെന്നൊരു ബ്ലാസ്റ്റ് ഒക്കെ ഉണ്ടാവുമ്പോൾ ആ ഒരു സഡൻ ആ ഒരു ടൈമിൽ ഉണ്ടാവുന്നത് ഒരു പക്ഷേ അത് റിപ്പീറ്റഡ് ആയിരിക്കണം എന്നില്ല, ആ ഒരു ഇൻസ്റ്റന്റ് ഓഫ് സെക്കൻഡിൽ സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഷോർട്ട് ഡ്യൂറേഷൻ റേഞ്ച് ഇമ്പൾസീവ് ലോഡിംഗ് ആണ് നോൺ പീരിയോഡിക് ലോഡിംഗ്, അത് റിപ്പീറ്റഡ് ആയിട്ട് അത് വരണം എന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് ലോഡാണ്. അപ്പോൾ ഒരു സഡൻ ആയിട്ട് അത് ഇൻക്രീസ് ചെയ്തിട്ട് ആ ഒരു വാല്യൂ കുറയുന്ന ഒരു കൺസെപ്റ്റ് ആണ്, അതായത് ഒരു പർട്ടിക്കുലർ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ആ ഒരു ടൈപ്പ് ഓഫ് ലോഡിങ് ആക്ട് ചെയ്യുന്നു. ബ്ലാസ്റ്റ് ലോഡ് ഒക്കെ അല്ലെ, പെട്ടെന്ന് അത് ബ്ലാസ്റ്റ് ചെയ്യും, ആ സമയത്ത് അത് കഴിഞ്ഞു, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തീർന്നു, അതിനുശേഷം അത് റിപ്പീറ്റഡ് ആയിട്ട് വരണമെന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ് നോൺ പീരിയോഡിക് ലോഡിംഗ്. ഇനി റാൻഡം ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വേരിയേഷൻ, അതായത് ലോഡുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ അത് റെഗുലർ ആയിട്ട് സെയിം വാല്യൂ തന്നെ ആയിരിക്കണം എന്നില്ല വരേണ്ടത്, അത് ഇറഗുലർ ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ താഴെയുള്ള ഈ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാവും. വേരിയേഷൻ ഈസ് ഹൈലി ഇറഗുലർ വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പൊ ടൈമിനെ ബേസ് ചെയ്തിട്ട് അത് ഇറഗുലർ ആയിട്ടാണ് അത് വേരി ചെയ്യുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ് റാൻഡം ലോഡിംഗ്. ഫോർ എക്സാമ്പിൾ നമുക്ക് വിൻഡ് ലോഡൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ സമയത്തും ഒരേ മാഗ്നിറ്റ്യൂഡിലാണോ വിൻഡ് അടിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, അത് ഓരോ ടൈമിലും വേരി ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം അങ്ങനെയുള്ള ലോഡിംഗ് ആണ് റാൻഡം ലോഡിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഒരു ബ്രിഡ്ജ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പോകുന്ന വെഹിക്കിളിന്റെ ലോഡിംഗ് അല്ലെ, എല്ലാ സമയത്തും ഒരേ വെയിറ്റ് ഉള്ള വാഹനങ്ങളാണോ അതിനകത്ത് കൂടെ പോകുന്നത് അല്ലെ, പല വെയിറ്റുകളുള്ള വാഹനങ്ങൾ ആ ബ്രിഡ്ജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ലോഡിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്, ഓരോ സെക്കൻഡിലും അത് മാറിക്കൊണ്ടിരിക്കും, അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാറിക്കൊണ്ടിരിക്കും, ഒരു ഇറഗുലർ ആയിട്ടുള്ള വേരിയേഷൻ ആണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ് റാൻഡം ലോഡിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോ നോക്കിയിരിക്കുന്ന ടൈപ്പ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഓക്കെ, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു വേരിയേഷൻ അനുസരിച്ചിട്ടാണ്. ഈ രണ്ടാമത്തത് ബേസ്ഡ് ഓൺ കോൺഫിഡൻസ് ഓഫ് വാല്യൂ ഓഫ് ലോഡിംഗ്, അതായത് ആ ലോഡിന്റെ വാല്യൂ നമുക്ക് എത്രയാണ്
ഒരു സ്ട്രക്ചറിൽ വരുന്ന ആ ഡൈനാമിക് ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ചില കേസിൽ നമുക്ക് എത്രയാ ലോഡ് വന്നിട്ടുള്ളതെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രിസ്ക്രൈബ്ഡ് ലോഡിംഗ്, ദാറ്റ് ഈസ് ഡിറ്റർമിനിസ്റ്റിക് ലോഡിംഗ് എന്നും പറയും. അതായത് നമുക്ക് എത്ര മാഗ്നിറ്റ്യൂഡിലെ ലോഡാണ് ഒരു പർട്ടിക്കുലർ ടൈമിൽ ആക്ട് ചെയ്തതെന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് ഡിറ്റർമിനിസ്റ്റിക് ലോഡിംഗ്. ഓക്കെ, നമുക്ക് അറിയാം അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും എത്രയാണ് ലോഡ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ലോഡ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ടൈം ഒക്കെ നമുക്ക് മനസ്സിലാക്കി എത്ര ലോഡ് ആക്ട് ചെയ്തു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് ഡിറ്റർമിനിസ്റ്റിക് അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ലോഡിംഗ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് റാൻഡം ഓർ നോൺ ഡിറ്റർമിനിസ്റ്റിക് ലോഡിംഗ് എന്ന് പറയുന്നത്, അത് നമുക്ക് കൃത്യമായിട്ടൊരു വാല്യൂ നമുക്ക് അവൈലബിൾ ആയിരിക്കില്ല, നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റില്ല. ഇത് നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്നത് മുന്നേ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പൊ എർത്ത് വേക്ക് ഒക്കെ ആണെങ്കിൽ ചിലപ്പം ഒരു പർട്ടിക്കുലർ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ലോഡൊക്കെ ആണെങ്കിൽ മുന്നേ ആ ഒരു സ്ഥലത്ത് നടന്നിട്ടുള്ളത് അതിന്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വാല്യൂ എടുക്കുന്നു. അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ വരുന്ന ലോഡിനെയാണ് റാൻഡം അല്ലെങ്കിൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് ലോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മുന്നേ നടന്നതോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഡാറ്റയൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ അവിടുത്തെ ലോഡിങ്ങിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ലോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. രണ്ട് ടൈപ്പ് ഫോഴ്സസ് ആണ്, ദാറ്റ് ഈസ് സ്റ്റാറ്റിക് ഫോഴ്സ് ആൻഡ് ഡൈനാമിക് ഫോഴ്സ്. അപ്പൊ അതിൽ ഡൈനാമിക് ഫോഴ്സിനാണ് നമ്മൾ ഇതിന്റെ അകത്ത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഡൈനാമിക് ഫോഴ്സിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട്. ഒന്ന് അതിന്റെ നേച്ചർ ഓഫ് വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം, ഒന്ന് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, അതായത് ബേസ്ഡ് ഓൺ കോൺഫിഡൻസ് ഓഫ് വാല്യൂ ഓഫ് ലോഡിംഗ്. ഓക്കെ, അപ്പോൾ അതിൽ നേച്ചർ ഓഫ് വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണെങ്കിൽ പീരിയോഡിക് ലോഡിംഗ്, നോൺ പീരിയോഡിക് ലോഡിംഗ്, റാൻഡം ലോഡിംഗ്. അതുപോലെ തന്നെ കോൺഫിഡൻസ് ഓഫ് വാല്യൂ ഓഫ് ലോഡിംഗ് ആണെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ലോഡിംഗ് അല്ലെങ്കിൽ ഡിറ്റർമിനിസ്റ്റിക് എന്ന് പറയും, അല്ലെങ്കിൽ റാൻഡം അല്ലെങ്കിൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് ലോഡിംഗ്. ഇനി അടുത്ത വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെ? നിങ്ങൾ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അതാണ് നമ്മുടെ നോർമൽ കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത്. നമ്പർ ഓഫ് അൺനോൺ ഇൻഡിപെൻഡന്റ് ജോയിന്റ് ഡിസ്പ്ലേസ്മെന്റ് കമ്പോണൻസ് required to specify the displacement configuration of the system. ഓക്കെ, അപ്പോൾ എത്ര കോർഡിനേറ്റ്സ് വേണം, അതായത് ഇപ്പോൾ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏതൊക്കെ രീതിയിലുള്ള ഡിസ്പ്ലേസ്മെന്റ്സ് ഉണ്ടാവും, അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ എത്ര കോർഡിനേറ്റ്സ് വേണം, അല്ലെങ്കിൽ എത്ര കമ്പോണൻസ് വേണം, ഡിസ്പ്ലേസ്മെന്റ് കമ്പോണൻസ് വേണം, അതിന്റെ നമ്പേഴ്സ് ആയിരുന്നു അല്ലെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് അല്ലെ? അതായത് ആ ഡിസ്പ്ലേസ്മെന്റ് കമ്പോണൻസ്, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഫിക്സ്ഡ് എൻഡ് ആണെങ്കിൽ അവിടെ ഒരു രീതിയിലുള്ള മൂവ്മെന്റ് അലോ ചെയ്യില്ല. അപ്പൊ അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റ് കമ്പോണന്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഒന്നുമില്ല, അവിടെ സീറോ ആണ്. ഇപ്പൊ ഒരു റോളർ സപ്പോർട്ട് ആണ് എടുക്കുന്നെങ്കിൽ അവിടെ റൊട്ടേഷൻ അലോ ചെയ്യും, അതുപോലെ ഹൊറിസോണ്ടൽ മൂവ്മെന്റും അലോ ചെയ്യും. അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് കമ്പോണൻസ് വേണം. ഓക്കെ, അങ്ങനെ ഉള്ള ഡിസ്പ്ലേസ്മെന്റ് കമ്പോണൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് നോർമൽ കേസ്. ഇനി ഡൈനാമിക്കിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാലോ, ഡൈനാമിക് ഡിഗ്രി ഓഫ് ഫ്രീഡം, number of independent joint displacement required to specify the displacement configuration of the system at any instant of time. അപ്പോ ഒരു ഇൻസ്റ്റന്റ്, ഒരു ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ആ വൈബ്രേഷൻ അല്ലെങ്കിൽ അവിടെ വരുന്ന ഡിസ്പ്ലേസ്മെന്റ് റെപ്രസെന്റ് ചെയ്യാൻ എത്ര കോർഡിനേറ്റ്സ് വേണം, അല്ലെങ്കിൽ എത്ര ജോയിന്റ് ഡിസ്പ്ലേസ്മെന്റ്സ് നമുക്ക് വേണം. ഓക്കെ, അതിന്റെ നമ്പേഴ്സിനാണ് ഡൈനാമിക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്, ടൈം ബേസ് ചെയ്തിട്ട്. മുന്നത്തെ നമ്മൾ സ്റ്റാറ്റിക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണെങ്കിൽ അത് ടൈം ഡിപ്പെൻഡ് ചെയ്തൊന്നും മാറുന്നില്ല. പക്ഷെ ഡൈനാമിക് ലോഡിന്റെ കേസ് ആണെങ്കിൽ ഓരോ ടൈമിലും അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, വേരിയിങ് ആണ് ലോഡ് അല്ലെ? അപ്പം ആ വേരിയിങ് ആയിട്ടുള്ള ലോഡിന്റെ അതായത് ഓരോ ജോയിന്റിലും അല്ലെങ്കിൽ ഓരോ കറസ്പോണ്ടിങ് പോയിന്റിലും ആ പർട്ടിക്കുലർ ലോഡിങ് കാരണമുള്ള ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ഏതൊക്കെ കോർഡിനേറ്റ്സ് വേണം, അല്ലെങ്കിൽ ഏതൊക്കെ ജോയിന്റ് ഡിസ്പ്ലേസ്മെന്റ് കോർഡിനേറ്റ്സ് വേണം. ഓക്കെ, അതിനെയാണ് ഡൈനാമിക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമുക്കറിയാം എന്തായിരുന്നു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്, ഒരു പർട്ടിക്കുലർ ജോയിന്റിൽ ഏതൊക്കെ രീതിയിലുള്ള മൂവ്മെന്റ്സ് അത് അലൗ ചെയ്യും എന്നുള്ളത്. അത് സ്റ്റാറ്റിക് ആയിരുന്നു. എന്നാൽ ഡൈനാമിക് പറയുമ്പോൾ ഒരു ജോയിന്റ് അല്ലെങ്കിൽ കറസ്പോണ്ടിങ് പോയിന്റിൽ ലോഡ് വാരി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കറസ്പോണ്ടിങ് ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ അതിന്റെ വൈബ്രേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നമ്പർ ഓഫ് കോർഡിനേറ്റ്സ് വേണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഡൈനാമിക് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം
സിസ്റ്റം അല്ലെങ്കിൽ സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താണെന്നുള്ളത്. ഇഫ് എ സിംഗിൾ കോർഡിനേറ്റ് ഈസ് സഫിഷ്യന്റ് ടു ഡിഫൈൻ the position or geometry of the mass of the system at any instant of time is called single or one degree of freedom system. Okay, അതായത് if a single coordinate, ഒറ്റ കോർഡിനേറ്റ് മതി, is sufficient to define the position or geometry of the mass of the system at any instant of time. അപ്പം ഒരു ഒറ്റ കോർഡിനേറ്റ് വെച്ചിട്ട് തന്നെ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ ഏതൊക്കെ രീതിയിലാണ് മൂവ്മെന്റ് വരിക എന്നുള്ളത് നമുക്ക് ഒറ്റ കോർഡിനേറ്റ് വെച്ച്, അല്ലെങ്കിൽ ആ മൂവ്മെന്റ് വരുന്നത് ഒരൊറ്റ കോർഡിനേറ്റ് വെച്ച് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു സിസ്റ്റത്തിനെയാണ് സിംഗിൾ ഡിഗ്രി അല്ലെങ്കിൽ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ താഴെ കുറച്ച് ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഒരു ഫിക്സ്ഡ് എൻഡ് ആണ്. ഫിക്സ്ഡ് എൻഡിൽ ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ മാസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതിൽ ഒരു സ്പ്രിങ്ങിലൂടെയാണ് അല്ലെ, ഒരു സ്പ്രിങ് ആണത്, ഒരു പർട്ടിക്കുലർ സ്റ്റിഫ്നെസ്സിലുള്ള ഒരു സ്പ്രിങ് ഉണ്ട്. ആ സ്പ്രിങ്ങിലൂടെ ആ മാസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ വൈബ്രേഷൻ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നമുക്ക് ഏത് കോർഡിനേറ്റ്സിലൂടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? അതായത് ലോഡ് താഴെ കിടക്കുന്നത് അല്ലെ, അപ്പൊ എങ്ങനെയായിരിക്കും ഇത് മൂവ് ചെയ്യുക? താഴോട്ടും മുകളിലേക്കും ആയിരിക്കും അല്ലെ മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ താഴോട്ടും മുകളിലേക്കുമായിരിക്കും മൂവ് ചെയ്യുന്നത്. അതായത് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഇത് ഈ രീതിയിലായിരിക്കും മൂവ്മെന്റ്സ് വരുന്നത് അല്ലെ. ഇത് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ സ്പ്രിങ് ആയതുകൊണ്ട് അതിനെ തിരിച്ച് പുറകോട്ടും വലിക്കും. അപ്പം ഇതിന്റെ വേരിയേഷൻ നമുക്ക് ഒരു കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് ഇവിടെയുള്ള ഈ ഒരു വൈബ്രേഷന്റെ കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരൊറ്റ ഡയറക്ഷനിൽ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ കാണിക്കാൻ പറ്റുന്നതിനാണ് സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ ഫിഗർ നോക്കുകയാണെങ്കിൽ, രണ്ടാമത്തെ ഫിഗറിൽ ഇവിടെ ഒരു മാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു മൂവിങ് ആണ് അല്ലെ, ഒരു ടയർ പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ടുവേർഡ്സ് റൈറ്റ് മൂവ് ചെയ്യായിരിക്കും. അപ്പൊ മൂവ് ചെയ്യുമ്പോൾ ഇത് താഴോട്ടേക്ക് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഇവിടെയൊക്കെ അറസ്റ്റഡ് ആണ് അല്ലെ, ഇവിടെയൊക്കെ ഇങ്ങോട്ടൊന്നും മൂവ് ചെയ്യാനുള്ള സാധ്യതയില്ല. അവിടെയൊക്കെ കണ്ടീഷൻ, അവിടെയൊക്കെ ഒരു എൻഡ് ആണ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സർഫസ് ആണ് അവിടെ വരുന്നത്. അപ്പം ഇതിലൂടെ മൂവ് ചെയ്യുമ്പോൾ ടുവേർഡ്സ് എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടലി മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം ഈ ഒരു കറസ്പോണ്ടിങ് സിസ്റ്റത്തിന്റെ വൈബ്രേഷൻ അറ്റ് ഇൻസ്റ്റന്റ് ഓഫ് ടൈം നമുക്ക് കാണിക്കാനായിട്ട് അത് യു ഓഫ് ടി അല്ലെങ്കിൽ വി ഓഫ് ടി എന്നൊക്കെ എഴുതുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമില് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ ഒറ്റ കോർഡിനേറ്റ് മതി അല്ലെ. ഇവിടെയുള്ള ഈ ഒരു എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു കറസ്പോണ്ടിങ് മൂവ്മെന്റിന്റെ ഈ ഒരൊറ്റ കോർഡിനേറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ വൈബ്രേഷൻ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ 1 ഡിഗ്രി ഓഫ് ഫ്രീഡം എന്നൊക്കെ നമുക്ക് പറയാം. ഇനി അടുത്ത ഇവിടെയുള്ള ഒരു ഫ്രെയിം എടുത്തു കഴിഞ്ഞാൽ അല്ലെ, ഈ ഒരു നോർമൽ ഫ്രെയിം ആണ്, ഇവിടെ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതില് വൈബ്രേഷൻസ് വരുന്നത്, അതായത് താഴോട്ട് ഇപ്പം ഇതിന്റെ മൂവ്മെന്റ് അറസ്റ്റഡ് ആണ്, ടുവേർഡ്സ് സൈഡ് വേസ് മൂവ് ചെയ്യാൻ അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഒരു വിൻ ലോഡോ അതുപോലെയുള്ള ഒരു ലോഡൊക്കെ വന്നു കഴിഞ്ഞാൽ സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മൂവ്മെന്റ് ഒരു സൈഡിലേക്ക് കറസ്പോണ്ടിങ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പൊ സിംഗിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിട്ട് നമുക്ക് ഇതിനെയും ഉൾപ്പെടുത്താം. ഇനി അടുത്ത ഇവിടെ ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ, ഇതൊരു ബീമാണ്, അതിന്റെ എൻഡിൽ ഒരു മാസ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ലോഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എൻഡിലേക്ക് വരുന്ന സമയത്ത്. അപ്പൊ ഇതെങ്ങനെയായിരിക്കും മൂവ് ചെയ്യുക? ഈ രീതിയിലായിരിക്കും അല്ലെ, താഴോട്ടും മുകളിലേക്കും ആയിരിക്കും മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു ആക്സിസിന് കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും മൂവ് ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള മൂവ്മെന്റ്സിനെയൊക്കെ നമുക്ക് ഒരൊറ്റ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ ഒരു കറസ്പോണ്ടിങ് കോർഡിനേറ്റ് വെച്ച് തന്നെ, ഒരു സിംഗിൾ കോർഡിനേറ്റ് വെച്ച് തന്നെ അതിന്റെ മൂവ്മെന്റ്സിനെയൊക്കെ നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെയുള്ള സിസ്റ്റത്തിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബോഡി അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിനെയാണ് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്താണ് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ വൈബ്രേഷൻ അല്ലെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഒരു ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ റെപ്രസെന്റ് ചെയ്യാൻ ഒരൊറ്റ കോർഡിനേറ്റ് മതി. ആ ഒരു മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റിന് ഒരു സിംഗിൾ കോർഡിനേറ്റ് മതി റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ സിംഗിൾ കോർഡിനേറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം അല്ലെങ്കിൽ സിംഗിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം, പേരും തന്നെ അറിയാം. ഇപ്പൊ നമുക്കൊരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒരു സിംഗിൾ കോർഡിനേറ്റ് വെച്ച് മാത്രം നമുക്ക് അതിന്റെ മൂവ്മെന്റ്സിനെ അല്ലെങ്കിൽ അറ്റ് ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഒന്നിലധികം കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ കോൺഫിഗറേഷൻസ് നമുക്ക് ആവശ്യമാണ്.
if more than one independent coordinates are required to completely specify the position or geometry of different masses of the system at any instant of time is called multiple degrees of freedom system. ഓക്കെ, അപ്പം ഇഫ് മോർ ദാൻ വൺ ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്, ഒന്നിലധികം ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ് ആവശ്യമാണ് എന്തിനു വേണ്ടി, ആ റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സ്പെസിഫൈ ദ ഫംഗ്ഷൻ, അത് കംപ്ലീറ്റ് സ്പെസിഫൈ ദ പൊസിഷൻ അല്ലെങ്കിൽ ജോമെട്രി, അതിന്റെ ലൊക്കേഷൻ അല്ലെ കറക്റ്റ് ആയിട്ട് ആ വൈബ്രേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റിന്റെ ആ ലൊക്കേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ആ വേരിയേഷൻ കാണിക്കാനായിട്ട് ഒന്നിലധികം ഇൻഡിപെൻഡന്റ് കോർഡിനേറ്റ്സ് ആവശ്യമാണ്. പൊസിഷൻ ഓഫ് ജോമെട്രി ഓഫ് ഡിഫറെന്റ് മാസസ് ഓഫ് ദ സിസ്റ്റം അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഈസ് കോൾഡ് മൾട്ടിപ്പിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സിസ്റ്റം. അപ്പൊ ഇവിടെ ഈ ഒരു ഫിഗർ നോക്കിക്കോളൂ. ഈ ഒരു ഫിഗറിൽ താഴോട്ടുള്ള മൂവ്മെന്റ് അറസ്റ്റഡ് ആണ്. അപ്പൊ ഇതില് രണ്ട് സ്പ്രിങ്ങുകൾ ഉണ്ട് അല്ലെ, രണ്ട് സ്പ്രിങ്ങുകൾ ഉണ്ട്, രണ്ട് മാസുകളും ഉണ്ട്. M1 എന്ന് പറഞ്ഞൊരു മാസ് ഉണ്ട്, M2 എന്ന് പറഞ്ഞൊരു മാസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിനെ മൂവ് ചെയ്യാനുള്ള സാധ്യത ഏത് ഡയറക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടാ, ഈ ടുവേർഡ്സ് ഹൊറിസോണ്ടൽ ആണ് മൂവ് ചെയ്യാനുള്ള സാധ്യത അല്ലെ. എന്നാൽ ഇവിടെ നമ്മൾ ഈ M2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരൊറ്റ വേരിയേഷൻ തന്നെ കാണിച്ചാൽ അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ ഈ M2ന്റെ വേരിയേഷൻ നമുക്ക് M2ന്റെ മാത്രമേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. M1 ഇതിന് സെയിം രീതിയിലായിരിക്കണം എന്നില്ല വേരി ചെയ്യുന്നത്. കാരണം ഇവിടെ സ്റ്റിഫ്നെസിന്റെ, ഈ സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസിന്റെ വാല്യൂ ഒക്കെ വേരിയിങ് ആയിരിക്കാം. അപ്പൊ നമ്മൾ ഈ M2ന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു കോർഡിനേറ്റ് ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈം അതേ വേരിയേഷൻ ആയിരിക്കണം എന്നില്ല M1ൽ ഉണ്ടാവുന്ന വേരിയേഷൻ. ഓക്കെ, അപ്പൊ രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പം M1ന്റെയും M2ന്റെയും ആ ഒരു കറസ്പോണ്ടിങ് ഇൻസ്റ്റന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ രണ്ട് കോർഡിനേറ്റ്സ് നമുക്ക് ആവശ്യമാണ്. അതായത് ഹൊറിസോണ്ടൽ കോർഡിനേറ്റ് തന്നെയാണ്, എന്നാൽ രണ്ടിന്റെയും ഹൊറിസോണ്ടലി ഉള്ള ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് വേണ്ടി വരും ഇവിടെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഒന്നിലധികം കോർഡിനേറ്റ്സ് നമുക്ക് വേണ്ടി വന്നു ഈ ഒരു സിസ്റ്റത്തിന്. കാരണം ഈ സിസ്റ്റത്തിന് രണ്ട് മാസുകൾ ഉണ്ട്, രണ്ട് സ്പ്രിങ്ങുകൾ ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ സ്റ്റിഫ്നെസ്സും മാസിന്റെ വാല്യൂസ് ഒക്കെ ഡിഫറെന്റ് ആണ്. ഇത് M1 ആണ്, ഇത് M2 ആണ്, രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇതിൽ M2 മൂവ് ചെയ്യുന്ന അതേപോലെ ആയിരിക്കില്ല, അതിന്റെ M2 എത്തിയിരിക്കുന്ന ആ ഒരു പൊസിഷനിലായിരിക്കില്ല M1 ആ കറസ്പോണ്ടിങ് ടൈമിൽ എത്തുന്നത്. രണ്ടിന്റെയും പൊസിഷൻസ് ഡിഫറെന്റ് ആണ്. അപ്പോൾ അത് രണ്ടും കാണിക്കാനായിട്ട് നമുക്ക് രണ്ട് കോർഡിനേറ്റ്സ് ആവശ്യമാണ്. അപ്പോൾ ഒന്നിലധികം കോർഡിനേറ്റ്സ് ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ അതിന് എന്ത് പറയും, മൾട്ടിപ്പിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സിസ്റ്റം എന്നും പറയാറുണ്ട്. രണ്ടെണ്ണം ഉള്ളതിനെ, ഒന്നിലധികം ഉള്ളതിനെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയും. ഇൻ കേസ് ഇവിടെ ഒരു M3 എന്ന് പറയുന്ന ഒരു മാസം കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു. M3 എന്ന് പറയുന്ന ഒരു മാസം ഉണ്ടെങ്കിൽ, M3 എന്ന് പറയുന്ന ഒരു മാസം ഉണ്ട്, ഇതേപോലെ തന്നെയാണെങ്കിൽ നമുക്ക് അതിന്റെ മൂവ്മെന്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടി ആവശ്യം അല്ലെ, ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആവശ്യമാണ്. X3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കൂടി ആവശ്യമാണ്. അപ്പൊ ഇത് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 3 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം സിസ്റ്റം എന്ന് പറയാം. അപ്പൊ ഒന്നിലധികം കോർഡിനേറ്റ്സ് നമുക്ക് അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഡിസ്പ്ലേസ്മെന്റ് റെപ്രസെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ഡിഗ്രി ഓഫ് ഫ്രീഡം സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത കണ്ടിന്യൂസ് സിസ്റ്റം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരുപാട് ഇൻഫിനിറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരുന്നതിനെയാണ് കണ്ടിന്യൂസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇഫ് ദ മാസ് ഓഫ് എ സിസ്റ്റം മേ ബി കൺസിഡേർഡ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ഇറ്റ്സ് എൻറ്റയർ ലെങ്ത്, അതായത് ഫുൾ ഹോൾ ലെങ്ത്തിൽ ഇപ്പൊ മാസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കിക്കോ, ഇതൊരു ബീമാന്ന് വിചാരിച്ചോ. ഈ ഒരു ബീമില് ഇതിന്റെ ഹോൾ സ്പാനിൽ ലോഡ് ഉണ്ട്, ഉണ്ടെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ അതിന്റെ ഓൺ മാസ് തന്നെ ആയിക്കോട്ടെ. അപ്പൊ ആ ലോഡ് വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇത് ഡിസ്പ്ലേസ്ഡ് ആവും അല്ലെ, താഴോട്ടേക്ക് ബെൻഡ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഓരോ ലൊക്കേഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ വാല്യൂ ഡിഫറെന്റ്. അതായത് ഈ ഒരു പൊസിഷനിൽ എടുത്തു കഴിഞ്ഞാൽ അത് X1 ആണ്, കുറച്ചിപ്പുറത്ത് മാറി എടുത്താൽ അത് വേറൊരു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അങ്ങനെ ഓരോ ഡിസ്റ്റൻസിലും അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് വേറെയാണ്. നമുക്ക് കറക്റ്റ് ഓരോ ഹൊറിസോണ്ടലി ഒരു ചെറിയൊരു വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് ആ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ഇതിലുള്ള ഓരോ ഡിസ്റ്റൻസിലുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് അല്ലെ. ഓരോ സ്ഥലത്തും ഈ ഒരു ഡിസ്പ്ലേസ്മെന്റിന്റെ ലൊക്കേഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരൊറ്റ കോർഡിനേറ്റ് പോരാ. അടുത്ത കുറച്ച് ഡിസ്റ്റൻസ് മാറിയാൽ വേറൊരു കോർഡിനേറ്റ് നമുക്ക് ഇവിടെ ആവശ്യമാണ്, കുറച്ചും കൂടി ഇങ്ങോട്ട് മാറിയാൽ വേറൊരു കോർഡിനേറ്റ് ആവശ്യമാണ്. അപ്പൊ ഓരോ ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ചിട്ട്, ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് വരെ അവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ ലൊക്കേഷനും മാറുന്നുണ്ട്. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റിന്റെ ലൊക്കേഷൻ മാറുമ്പോൾ ആ കറസ്പോണ്ടിങ് ലൊക്കേഷനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് കോർഡിനേറ്റ്സ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെ ഒന്നിലധികം, അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള അല്ലെ, ഒന്നിലധികം, അതുപോലെ തന്നെ ഓരോ സിംഗിൾ ഡിസ്റ്റൻസിലും ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ്
ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആവശ്യമായിട്ടുള്ള സിസ്റ്റത്തിനെയാണ് നമ്മൾ കണ്ടിന്യൂസ് സിസ്റ്റം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് system എന്ന് പറയാം. Okay, if the mass of a system may be considered to be distributed over its entire length, in which the mass is considered to have infinite degrees of freedom. അപ്പോൾ ആ ഒരു മാസിൽ ഇൻഫിനിറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം വരും എന്നാണെങ്കിൽ അല്ലെ, അങ്ങനെയുള്ള സിസ്റ്റത്തിന് നമ്മൾ കണ്ടിന്യൂസ് സിസ്റ്റം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈസ് റെഫർഡ് ടു ആസ് കണ്ടിന്യൂസ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. Okay, next, D'Alembert's principle. Okay, a body subjected to external forces is said to be in dynamic equilibrium along with inertia force. അപ്പം D'Alembert's principle സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എ ബോഡി സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു ബോഡിയിലേക്ക് എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബോഡി എന്താണോ പറഞ്ഞിരിക്കുന്നത്, ഈ സെറ്റ് ടു ബി ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം, ആ ഒരു ബോഡി ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും along with inertia force. എന്താ ഇനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബോഡി അല്ലെ, ഒരു ബോഡി ഇപ്പോൾ റെസ്റ്റിലാണ്. അപ്പം റെസ്റ്റിലാണെങ്കിൽ ആ ബോഡിയിലേക്ക് നമ്മൾ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബോഡിയുടെ ടെൻഡൻസി എന്തായിരിക്കും, അത് മുന്നേ ആയിരുന്ന ആ ഒരു പൊസിഷനിൽ തന്നെ നിലനിൽക്കാനായിരിക്കും അല്ലെ. അപ്പം അങ്ങനെ നിലനിൽക്കാനുള്ള ആ ഒരു ടെൻഡൻസിനെ നമ്മൾ ഇനേഷ്യ എന്ന് പറയുന്നു. അപ്പൊ ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, അപ്പം മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഫോഴ്സ് കൊടുക്കുന്നത്. എന്നാൽ അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഇനേഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അതായത് അവിടെ നിലനിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു ഫോഴ്സ് അല്ലെ, നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോഴ്സിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട്, ദാറ്റ് ഈസ് ഇനേഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. അപ്പം ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്, എ ബോഡി ഈസ് സെറ്റ് ടു ബി ഇൻ സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് സെറ്റ് ടു ബി ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം അലോങ് വിത്ത് ഇനേഷ്യ ഫോഴ്സ്. അപ്പോൾ എക്സ്റ്റേണലി ഒരു ബോഡിയിൽ ഒരു ഫോഴ്സ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു ബോഡി എന്ന് പറയുന്നത് ഇനേഷ്യ ഫോഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, ഇനേഷ്യ ഫോഴ്സും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അത് ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ ആയിരിക്കും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം അതെങ്ങനെയാന്നുള്ളത്. D'Alembert's principle converts a dynamic system into an equivalent static system by adding the inertia force. അപ്പോൾ inertia force കൂടെ നമ്മൾ ആഡ് ചെയ്യും. ഓക്കെ, inertia force കൂടി ആഡ് ചെയ്തിട്ട് ഒരു ഡൈനാമിക് സിസ്റ്റത്തിന് നോർമലി ഉള്ള ഒരു ഇക്വലന്റ് ആയിട്ടുള്ള സ്റ്റാറ്റിക് സിസ്റ്റം ആയിട്ട്, അതായത് ഡൈനാമിക് സിസ്റ്റത്തിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിക് സിസ്റ്റം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the resultant force acting on a body along with the inertia force is 0. അപ്പോൾ resultant force acting on a body along with inertia force, ഇപ്പോൾ ഒരു ബോഡി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള റിസൾട്ടന്റ് ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഏതൊക്കെ ഫോഴ്സുകൾ ഉണ്ടോ ആ ഫോഴ്സുകളുടെ എല്ലാം കൂടെ സമ്മാണ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ റിസൾട്ടന്റ് ഫോഴ്സ് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടന്റ് ഫോഴ്സ് ഇനേഷ്യ ഫോഴ്സും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആണ്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ അത് ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലാണ്. ഇപ്പൊ ഒരു ബോഡിയിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡൈനാമിക് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ഒരു ബോഡി ഇക്വിലിബ്രിയത്തിലാണ് എന്നുള്ളതാണ് കൺസെപ്റ്റ്. എപ്പോഴും ഇനേഷ്യ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. ഇപ്പൊ D'Alembert's പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ബൈ D'Alembert's പ്രിൻസിപ്പിൾ ഇപ്പൊ ഒരു ബോഡി ഉണ്ട്, ആ ബോഡിയിൽ പല ലോഡുകൾ ആക്ട് ചെയ്യുന്നുണ്ട്, പല ലോഡുകൾ അല്ലെങ്കിൽ പല ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ. അപ്പം അതെല്ലാം കൂടി ചേർത്തിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് സമ്മേഷൻ എഫ് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പല ഫോഴ്സുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം എക്സ്റ്റേണലി ആക്ട് കൊടുക്കുന്ന ഫോഴ്സ്, ഇനി സ്പ്രിങ്ങിന്റെ ഫോഴ്സുകൾ ഉണ്ടെങ്കിൽ ആ സ്പ്രിങ്ങിന്റെ ഫോഴ്സ്, ഡാമ്പിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സ്, അങ്ങനെ പല ഫോഴ്സുകൾ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള എല്ലാ ഫോഴ്സുകളുടെയും കൂടി സമ്മാണ് സമ്മേഷൻ എഫ് എന്ന് പറഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയാണ് D'Alembert's പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇനേഷ്യ ഫോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു ബോഡി എന്ന് പറയുന്നത് ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും. ദാറ്റ് ഈസ് സം ഓഫ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഇനേഷ്യ ഫോഴ്സും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ സം ഓഫ് ഫോഴ്സ് സമ്മേഷൻ എഫ് ഉണ്ട്, ഇനേഷ്യ ഫോഴ്സ് എഫ് ഐ എന്ന് പറഞ്ഞെടുക്കും. ഓക്കെ, ഇപ്പൊ ഒരു ഫോഴ്സ് നമ്മൾ ടുവേർഡ്സ് റൈറ്റ് ആണ്
കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ബോഡീന്റെ ടെൻഡൻസി അവിടെ ആ ഒരു പൊസിഷനിൽ നിലനിർത്താനായിരിക്കും അല്ലെ ഇനേഷ്യ എന്ന് പറയുമ്പോൾ. അപ്പം എങ്ങനെയായിരിക്കും ആ ഒരു മാസ് അവിടെ ഉണ്ടാക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ഇതിനെ ഒപ്പോസ് ചെയ്തിട്ടായിരിക്കും. ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എങ്ങോട്ടേക്കാണോ ആ റിസൾട്ടന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇനേഷ്യ ഫോഴ്സ് വരുന്നത്. ദാറ്റ് മീൻസ് ആ ഫോഴ്സ് എന്ന് പറയുന്ന മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഓക്കെ, എത്രയാണോ അത് ടുവേർഡ്സ് റൈറ്റ് മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന ഫോഴ്സ് അതേ ഫോഴ്സ് തന്നെ ഓപ്പോസ് ചെയ്തിട്ടായിരിക്കും ഇനേഷ്യ ഫോഴ്സ്. അപ്പം ഇനേഷ്യ ഫോഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസിലായിരിക്കും, മൈനസ് എം എ എന്നായിരിക്കും അല്ലെ. കാരണം റിസൾട്ടന്റ് ഫോഴ്സ് എങ്ങോട്ടേക്കാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇനേഷ്യ ഫോഴ്സ് വരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ബൈ ഡി എലംബർട്ട്സ് പ്രിൻസിപ്പിൾ സമ്മേഷൻ എഫ് പ്ലസ് മൈനസ് എഫ് ഐ. ഓക്കെ, മൈനസ് എഫ് ഐ ചെയ്തെന്താ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈക്വൽ ടു 0. അപ്പം ഇനേഷ്യ ഫോഴ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ബോഡിയിൽ ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഒരു ഡൈനാമിക് ഫോഴ്സ് ഒരു ബോഡിയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നുള്ള കൺസെപ്റ്റ് ഇനേഷ്യ ഫോഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിലുള്ള ടോട്ടൽ ഫോഴ്സസ് പ്ലസ് ഇനേഷ്യ ഫോഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനേഷ്യ ഫോഴ്സ് മൈനസിലായിരിക്കും, റിസൾട്ടന്റ് ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ ആക്ട് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഇനേഷ്യ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനേഷ്യ ഫോഴ്സിന് നമുക്ക് മൈനസ് എം എ എന്ന് പറയാം. സമ്മേഷൻ ഓഫ് എഫ് മൈനസ് എം എ ഇസ് ഈക്വൽ ടു 0 വേർ എം എ ഇനേഷ്യ ഫോഴ്സ് ഓർ ഡി എലംബർട്ട്സ് ഫോഴ്സ്. അപ്പൊ ഇനേഷ്യ ഫോഴ്സിന് പറയുന്ന വേറൊരു പേരാണ് ഡി എലംബർട്ട്സ് ഫോഴ്സ്. അപ്പൊ എന്താണ് ഡി എലംബർട്ട്സ് പ്രിൻസിപ്പിൾ പറയുന്നത്? ഇത് ചോദിക്കാവുന്നതാണ് 3 മാർക്കിന്. എ ബോഡി സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ ഫോഴ്സസ് ഈസ് സെഡ് ടു ബി ഇൻ ഡൈനാമിക് ഇക്വിലിബ്രിയം along with inertia force അല്ലെ. എക്സ്റ്റേണലി ഒരു ബോഡിയിലേക്ക് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഇനേഷ്യ ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബോഡി ഡൈനാമിക് ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ നോക്കിയത്. ഇപ്പം പലതരം ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫോഴ്സസിന്റെ എല്ലാം സം പ്ലസ് ഇനേഷ്യ ഫോഴ്സ്. ഇനേഷ്യ ഫോഴ്സ് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും, ദാറ്റ് ഈസ് മൈനസിലാണ് വരിക. അപ്പോൾ മൈനസ് ദാറ്റ് ഫോഴ്സ് എം എ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ, ഈ എം എ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നാൽ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നുള്ളതാണ് അല്ലെ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ. മൈനസ് നമ്മൾ ആ ഇക്വിലിബ്രിയം കണ്ടീഷൻ എഴുതുമ്പോൾ ഈക്വൽ ടു 0 എന്ന് വരും. ഇപ്പുറത്തെ സൈഡിലേക്കാണ് എം എ പോകുന്നതെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എം എ. അപ്പൊ അത് ഏത് പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ്? ഡി എലംബർട്ട് പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ്. ഓക്കെ.